കോഴിക്കോട് ഫാറൂഖ് കോളേജ് സ്ഥാപിതമായ 1948 മുതൽ വിവിധ കാലഘട്ടങ്ങളിൽ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലും കുടുംബസംഗമവും കൊണ്ടോട്ടിയിൽ സംഘടിപ്പിക്കുന്നു. സൗത്ത് ഇന്ത്യയിലെ അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഫാറൂഖ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഫാറൂഖ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ കൊണ്ടോട്ടി താലൂക്കിൻ്റെയും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെയും 1948 മുതൽ ആ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കുടുംബ സംഗമം 26 ജനുവരി തിങ്കളാഴ്ച 4 മണിക്ക് കൊണ്ടോട്ടി വൈദ്യർ അക്കാഡമിയിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാന്യനായ കൊണ്ടോട്ടി നഗരസഭാ അധ്യക്ഷൻ UK മുഹമ്മദ് ഷയാണ് പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ബഹുമാന്യനായ ഫാറൂഖ് കോളേജിലെ പ്രിൻസിപ്പൽ ബഹുമാന്യയായിട്ടുള്ള ഡോക്ടർ ആയിഷ സ്വപ്ന പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഫോസ സെൻട്രൽ കമ്മിറ്റി ചീഫ് എക്സിക്യൂട്ടീവും മുൻ പ്രിൻസിപ്പളുമായിട്ടുള്ള ഇമ്പിച്ച് കോയ സാർ ആണ് യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നത്. അതുപോലെ പല പ്രമുഖരും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ 1948 മുതൽ ആ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും ഇപ്പോഴും പൊതുസമൂഹത്തിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി പൂർവ്വ വിദ്യാർത്ഥികൾ ഈ പ്രദേശങ്ങളിലുണ്ട്. അവരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഫാറൂഖ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കൊണ്ടോട്ടി പരിസര പ്രദേശങ്ങളിൽ വിവിധ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണ്. ഫോസ കൊണ്ടോട്ടി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കൊണ്ടോട്ടി താലൂക്കിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഫാറൂഖ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളാണ് കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ഹാളിൽ ഒത്തുചേരുന്നത്. അവരൊക്കെ ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം നടത്തി വരുന്നവരുണ്ട്. സേവനത്തിന് പിരിഞ്ഞതിന് ശേഷം വിവിധ സാമൂഹിക സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, വിവിധ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, കലാകാരന്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, ഉദ്യോഗസ്ഥയിലെ വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. ആ മേഖലയിലൊക്കെ ഫാറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾ എത്തിപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഫാറൂഖിയന്മാരുടെ സാന്നിധ്യം എപ്പോഴും എവിടെയും കാണാവുന്നതാണ്. അത്തരത്തിലുള്ള ആളുകൾ ഈ കൊണ്ടോട്ടി പരിസര പ്രദേശങ്ങളിൽ ഒട്ടനവധി പേരുണ്ട്. അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ് കൊണ്ടോട്ടി ചാപ്റ്ററിൻ്റെ കീഴിൽ നടക്കാൻ പോകുന്നത്. സമൂഹത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുക. നമ്മളെല്ലാ വർഷവും പാലിയേറ്റീവ് ക്ലിനിക്കുകളെ സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ സ്കോളർഷിപ്പ് പദ്ധതികൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത്തരം പദ്ധതികളാണ് നമ്മൾ പ്രാഥമികമായിട്ട് ആലോചിച്ച് നടപ്പിലാക്കി വരുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഈ സംഗമത്തിന് ശേഷം അംഗങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയതിന് ശേഷം കൂടുതൽ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരു പ്രൊജക്റ്റ് കമ്മിറ്റി തന്നെ ഞങ്ങളിതിനെ രൂപീകരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഈ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ സേവനമനുഷ്ഠിച്ചവരുണ്ട്. വിദ്യാഭ്യാസ രംഗത്തായാലും ഭരണരംഗത്തായാലും സഭകളിലായാലും ഒക്കെ പ്രവർത്തിച്ച നേതൃത്വം നൽകിയ ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് അവരുടെയൊക്കെ എക്സ്പീരിയൻസും അനുഭവ സമ്പത്തും വെച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്പേസ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ സ്പേസിൽ സമൂഹത്തിന് ഉപകാരമാകുന്ന രീതിയിൽ ഫാറൂഖിയന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് സേവനം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. നിലവിൽ ഞങ്ങളുടെ ആക്റ്റീവ് മെമ്പർമാരായിട്ട് 350ഓളം ആളുകളുണ്ട്. ആക്റ്റീവ് മെമ്പർമാരായിട്ട് ഞങ്ങൾ ഇനിയും ആളുകളിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. കൊണ്ടോട്ടി താലൂക്കിൽപ്പെട്ട 12 വില്ലേജുകളും സമീപസ്ഥ പ്രദേശങ്ങളിലെ പെരുവള്ളൂർ അടക്കമുള്ള തിരുവങ്ങാടി താലൂക്കിലെ പ്രദേശങ്ങളും പൂക്കോട്ടൂർ, മൊറയൂർ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഞങ്ങളുടെ പ്രവർത്തന പരിധിയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ അംഗത്വം എടുക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു. 2026 ജനുവരി 26 തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കൊണ്ടോട്ടി നഗരസഭാ ചെയർമാൻ UK മുഹമ്മദ് ഷാ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ സ്വപ്ന മുഖ്യപ്രഭാഷണം നടത്തും. മുൻ ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പലും ഫോസ കേന്ദ്ര കമ്മിറ്റി ചീഫ് എക്സിക്യൂട്ടീവുമായ പ്രൊഫസർ EP ഇമ്പിച്ച് കോയ പ്രസംഗിക്കും. ഫോസ കൊണ്ടോട്ടി ചാപ്റ്റർ സെക്രട്ടറി മുസ്തഫ മുണ്ടപ്പലം രചിച്ച മുസ്തഫ കവിതകൾ എന്ന പുസ്തക പ്രകാശനം ചടങ്ങിൽ പ്രിൻസിപ്പൽ നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മകൾ പങ്കിടുന്ന സെഷനും കലാപരിപാടികളും നടക്കും. കൊണ്ടോട്ടിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഫോസ കൊണ്ടോട്ടി ചാപ്റ്റർ പ്രസിഡന്റ് ഇസ്മായിൽ ഹാജി പഴേരി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അൻവർ സാദത്ത്, സെക്രട്ടറി മുസ്തഫ മുണ്ടപ്പലം, സമിതി അംഗങ്ങളായ ബാപ്പു കാവിൽ, സലാഹുദ്ദീൻ P, കോയക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, എയർ 1.